നമസ്കാരം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒക്ടോബർ 12-ന് ഷഷ്ടി ദിവസം ഗുരുവായൂർ വെച്ചിട്ടാണ് പ്രോഗ്രാം. രാജവത്സം ഓഡിറ്റോറിയം. കഴിഞ്ഞ കൊല്ലം നമ്മൾ ഗുരുവായൂർ നടത്തിയ അതേ ഓഡിറ്റോറിയമാണ് രാജവത്സം ഓഡിറ്റോറിയം. അന്ന് വന്നവർക്കൊക്കെ അറിയാവുന്ന സ്ഥലം തന്നെയാണ്. അവിടെ ഞാൻ പറഞ്ഞു നമ്മൾ ചെയ്യാൻ പോകുന്നത് എഴുത്തിനിരുത്തൽ ചടങ്ങാണ്. ചെറിയ കുട്ടികൾക്ക് എഴുത്തിനിരുത്തും, വലിയവർക്ക് മന്ത്രം പറഞ്ഞു കൊടുത്ത് അവർക്ക് മുരുകൻ്റെ എനർജി കൊടുത്ത് അവരുടെ ജീവിതത്തിൽ നല്ല വഴിയിലൂടെ സഞ്ചരിക്കാനും ഉന്നതിയിലേക്ക് എത്താനുള്ള അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. 2, ലഹരിക്കെതിരെ എന്നുള്ളൊരു പ്രോഗ്രാം നമ്മൾ അവിടെ ചെയ്യുന്നുണ്ട്. അതൊരു എനർജി കൊടുക്കലാണ്. നമ്മൾ വെറുതെ സന്ദേശം കൊടുക്കൽ മാത്രമല്ല, ഒരു ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി അവരുടെ ജീവിതത്തിൽ ഒരു എനർജി കിട്ടാൻ വേണ്ടിയിട്ട് നടത്തുന്നതാണത്. അത് യുവാക്കൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രോഗ്രാമാണ്. പിന്നെ ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ നമ്മുടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മെഡിറ്റേഷൻ്റെ ഒരു സുഖം അത് അവിടെ നിങ്ങൾക്ക് ഉണ്ടാവും. പിന്നെയാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ് ഉണ്ടായത്. ഈ ദിവസങ്ങളിലൂടെ ഭഗവാന്റെ അനുഗ്രഹത്തിലൂടെ ഡീകോഡ് ചെയ്ത് കഴിഞ്ഞ് ഭഗവാൻ എൻ്റെ കയ്യിൽ വെച്ച് തന്ന ഒരു പവർഫുള്ളായ ഒരു സംഭവം. അതാണ് സീറോ ഗ്രാവിറ്റി കണക്റ്റിംഗ് ടു സ്കന്ദലോക. അതായത് സ്കന്ദലോകത്തിനെ കണക്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ്. സ്കന്ദലോകം എന്ന് പറഞ്ഞാൽ മുരുകന്റെ ലോകം, കുമാരികാണ്ഡം. അതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സിംഗ് ആണ് ഈ മെഡിറ്റേഷൻ. ഈ മെഡിറ്റേഷൻ എന്തിന് എന്ന് ഭഗവാൻ എന്തുകൊണ്ട് തരുന്നു എന്ന് വെച്ചാൽ, ഈ മുരുകയുഗത്തിൽ ഭഗവാന്റെ ഡ്യൂട്ടി ചെയ്ത് നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും കുമാരികാണ്ഡത്തിലെ ജനങ്ങളായിട്ട് അവിടുത്തെ എനർജി ആയിട്ട് കണക്റ്റ് ആവാനും ഭഗവാന്റെ ലോകമായിട്ട് കണക്റ്റ് ആവാനും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സിങ് മെത്തേഡാണ് ഈ മെഡിറ്റേഷൻ. ഈ മെഡിറ്റേഷനിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ അത് തുടർച്ചയായിട്ട് നമ്മളത് ചെയ്യാൻ പോവുകയാണ്. അതായത് ഒക്ടോബർ 12 ആരംഭിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാസത്തിലൊരിക്കൽ ഞായറാഴ്ച 10 തൊട്ട് 10:15 വരെ നമ്മുടെ എല്ലാ ഞായറാഴ്ച പ്രയർ ഉണ്ടല്ല, അതിലൊരു ഞായറാഴ്ച ഓൺലൈനിലും ഇത് ചെയ്യും. 15 മിനിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ 15 മിനിറ്റ് നമ്മൾ എല്ലാ മാസവും ഇതിൽ ചെയ്യും നമ്മുടെ ഓൺലൈനിൽ. പക്ഷെ ഫസ്റ്റ് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത് ഒക്ടോബർ 12 തൊട്ടാണ്. അത് കഴിഞ്ഞ് ഡയറക്റ്റ് അറ്റൻഡ് ചെയ്യാനാണ് എപ്പോഴും പവർഫുള്ള്. അപ്പോൾ ആദ്യം അതിൽ പങ്കെടുക്കാനും ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. പക്ഷെ ഇതിനൊരു പ്രത്യേകത ഭയങ്കര. കാരണം നമ്മൾ ഈ മെഡിറ്റേഷന് പങ്കെടുക്കുമ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഭഗവാന്റെ അനുഗ്രഹത്തിൽ അദ്ദേഹത്തിന് ലോകമായിട്ടും കുമാരികാണ്ഡം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾ, അത് ആത്മാക്കളായിട്ട് കണക്റ്റ് ആവുന്ന ഒരു പ്രോസസ്സിങ് പീരീഡ്. ഇത് എളുപ്പത്തിൽ നടക്കുന്ന ഒരു സംഭവമല്ല. വളരെയധികം ഒരു പ്രോസസ്സിങ് പീരീഡിലൂടെ മാത്രം എത്താവുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് തുടർച്ചയായി നമ്മൾ ചെയ്യുന്ന മെഡിറ്റേഷനിലൂടെയാണ് നിങ്ങൾക്ക് അതിലേക്ക് ആ ഗ്രേഡിലേക്ക് ഉയരാൻ പറ്റുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് ആ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആ കണക്ട് ചെയ്യണ ആ മെഡിറ്റേഷൻ പ്രോഗ്രാം അതുകൊണ്ടാണ് നമ്മൾ ഓൺലൈനിലും ചെയ്യാം എന്ന് വെച്ചത് മാസത്തിലൊരിക്കലും. അല്ലാത്ത സമയങ്ങളിൽ ഡയറക്റ്റായിട്ട് നമ്മൾ പ്രോഗ്രാമിലും ഇത് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ചെയ്യാൻ പോകുമ്പോൾ 15 മിനിറ്റ് നിങ്ങൾ ഇരിക്കുമ്പോൾ ചില നിബന്ധനകൾ ഉണ്ട് ഇതിൽ അറ്റൻഡ് ചെയ്യാൻ. അതായത് നമ്മളൊരു ഹയർ ഇതിൽ ഒരു കാര്യത്തിന് ചെല്ലുമ്പോൾ ചില ചിട്ടവട്ടങ്ങൾ ഉണ്ടാവും. ഈ ചിട്ടവട്ടങ്ങൾ പാലിച്ചാൽ മാത്രമേ നമുക്ക് ഏത് പരിപാടിയായാലും, നമ്മുടെ പരിപാടിയല്ല, എവിടെ നമ്മളിപ്പോൾ ഒരു മിലിറ്ററി ഇതിൽ ജോയിൻ ചെയ്യാൻ പോകണം, അവർ പറയും ഈ കണ്ടീഷനുകൾ പറയും, ഈ കണ്ടീഷനിൽ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ജോയിൻ ചെയ്യാം. ഒരു വലിയ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യാൻ പോകണം, അപ്പോൾ അവിടുത്തെ ചില രീതികളുണ്ടാവും. വേറെ ഒന്നും വേണ്ട, നിങ്ങളൊരു ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ പോകണം. അപ്പോൾ ലൈബ്രറിയിൽ നിങ്ങൾക്കൊരു ചട്ടമുണ്ട്, ഇതാ ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ ഓപ്പൺ, വരുമ്പോൾ മാന്യമായി ഡ്രസ്സ് ധരിക്കണം, അല്ലെങ്കിൽ ഇത്ര മണിക്ക് ലൈബ്രറി ഹാളിൽ സംസാരിക്കാൻ പാടില്ല, മൊബൈൽ നോക്കാൻ പാടില്ല. അങ്ങനെ ഒരു കണ്ടീഷൻ ഒരു ലൈബ്രറിയിൽ ചേരുമ്പോൾ പോലും നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളൊരു ലെവലിൽ മാറിയിട്ടുള്ള ഒരു സംഭവത്തിൽ കയറുമ്പോൾ കുറേ ചിട്ടവട്ടങ്ങളുണ്ട്, കുറേ ഡയറക്ഷനുകളുണ്ട്. ആ ഡയറക്ഷനിൽ പാലിച്ചാൽ മാത്രമേ അതിലേക്ക് എൻ്റർ ആവാൻ പറ്റുള്ളൂ. അത് നിങ്ങൾക്ക് റിസീവ് ചെയ്യാനുള്ള അർഹത ഉണ്ടാവുള്ളൂ. നമ്മൾ ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ എല്ലാവർക്കും നമ്മൾ കൊടുക്കാറുണ്ട്. കാരണം അത് അവരുടെ ആത്മാവിനെ പ്യൂരിഫൈ ആയ ദൈവം എന്ന ഗോഡ് എന്നുള്ള ഇതിലേക്ക് കൂടിച്ചേർക്കുന്ന മെത്തേഡാണ്. അത് നമ്മളെല്ലാവർക്കും ചെയ്യാറുണ്ട്. പക്ഷെ അതല്ല, ഇത് ഭഗവാന്റെ ലോകമായിട്ട് കണക്ട് ചെയ്ത് ചില ഡ്യൂട്ടികൾ അടുത്തടുത്ത ലെവലിലേക്ക് ഉയർത്തേണ്ട സംഭവങ്ങളാണ്. അത് ചെയ്യണമെങ്കിൽ അതിന് അർഹതപ്പെട്ടവർക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ചോദിക്കാം, എന്താണ് നിബന്ധനകൾ എന്നൊരു ചോദ്യം വരും. ചിലവർ വിചാരിക്കും
നമ്മൾ ഡ്രസ്സുകൾ ശ്രദ്ധിക്കണം. ഡ്രസ്സ് ഇന്നലെ അതിലെ ഡ്രസ്സ് ഇടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇന്ന ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. ഇതൊന്നുമില്ല. എൽഎംആർകെയിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് ഒരു നിബന്ധനകളും ഇല്ല. വസ്ത്രത്തിന്റെ കാര്യത്തിൽ, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒരു നിബന്ധനയും ഇല്ല. കുറെ ആൾക്കാർ എന്നോട് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എപ്പോഴും പറയും, നിബന്ധനകൾ പറയാൻ പറയും. ഞാൻ പറയാത്തത് ഭഗവാൻ നമുക്ക് നിബന്ധന തന്നിട്ടില്ല, പിന്നെ നമ്മളെന്തിനാ പറയണേ? നമ്മൾക്ക് നിബന്ധനകൾ ഇതൊന്നുമില്ല. ഇതൊക്കെ നമുക്ക് ഫ്രീ ആണ്. നമ്മുടെ നിബന്ധന വെച്ചാൽ ഭഗവാന്റെ ഡ്യൂട്ടിയാണ്. ഭഗവാന്റെ ഡ്യൂട്ടി ചെയ്താൽ നീ ഒരു 10 വ്രതം എടുക്കണത് നീ ഒരു ഡ്യൂട്ടി ചെയ്താൽ മതി എന്നാണ് ഭഗവാൻ പറയുന്നത്. ഒരു ഡ്യൂട്ടി ചെയ്താൽ ചിലപ്പോൾ 100 വ്രതം എടുക്കണതിന്റെ, അല്ലെങ്കിൽ 100 ഹോമങ്ങൾ നടത്തണതിന്റെ എഫക്റ്റ് കിട്ടും ഒരു ഡ്യൂട്ടി ചെയ്താൽ. ഈ ഡ്യൂട്ടിയിൽ ആത്മാർത്ഥമായിട്ട് ചെയ്യുക. ഇപ്പൊ എന്റെ കാര്യം കണ്ടാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാനൊരു എന്റെ രീതികൾ കണ്ടറിയാം. എന്നെ അയക്കണത് ഭഗവാൻ സാധാരണ സ്പിരിച്വൽ ആൾക്കാരെ അയക്കുക അമ്പലങ്ങളിലേക്കും മഠങ്ങളിലേക്കൊക്കെ. എന്നെ അയക്കുന്നത് പർവ്വതങ്ങള്, കടല്, കാട്, മേട്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെയാണ്. മരുഭൂമി. എനിക്കൊരു നിബന്ധനകളും വെച്ചിട്ടില്ല. ഇഷ്ടമുള്ള ഡ്രസ്സ് കഴിക്കാം, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം, അങ്ങനെ പോവാം. പക്ഷെ ഡ്യൂട്ടി കറക്റ്റ് ആവണം. ആ ഡ്യൂട്ടി അന്ന് തൊട്ട് ഇന്ന് വരെ 100% കറക്റ്റായിട്ട് ഞാൻ ചെയ്യണു, ആത്മാർത്ഥത്തോടെ ചെയ്യണു എന്നുള്ളത് കൊണ്ടാണ് ഭഗവാൻ എന്നെ വീണ്ടും വീണ്ടും അടുത്ത ഡ്യൂട്ടിക്ക് കൊണ്ടുവരുന്നു. ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ ആത്മാർത്ഥത്തോടെ ചെയ്യണതുകൊണ്ടാണ് ആ റിസൾട്ട് ലോകത്ത് കാണുന്നത്. അപ്പൊ ആ ആത്മാർത്ഥതയും ആ എന്താ പറയാ, ആ ഒരു ഡെഡിക്കേഷനാണ് ഭഗവാൻ ആവശ്യപ്പെടുന്നത്. ആ ആവശ്യപ്പെടുന്ന ആ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ മെഡിറ്റേഷന്റെ പവർ കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ ആ പവർ കൊടുക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത്, ഞാൻ പറയല്ലോ, വസ്ത്രമോ ഭക്ഷണമോ ഒന്നും വിഷയമല്ല. നിങ്ങളൊരു പ്രതിജ്ഞ ഭഗവാന്റെ മുമ്പിൽ ചെയ്യണം. എന്നോടല്ലാട്ടാ, എന്നോട് ചെയ്യേ വേണ്ട, ഞാനായിട്ടൊരു ബന്ധമില്ല. മെഡിറ്റേഷന് മുമ്പ് നിങ്ങൾ മനസ്സിൽ ഭഗവാന്റെ മുമ്പിൽ പാദത്തിൽ പ്രതിജ്ഞ ചെയ്യാണ്. ഞാൻ മുരുക ഭഗവാന്റെ പടയാളിയായിട്ട് ഭഗവാന്റെ ഡ്യൂട്ടി ചെയ്ത്, ഈ രാജ്യത്തിന് വേണ്ടി ഡ്യൂട്ടി ചെയ്ത് ഞാൻ എൻ്റെ ജീവിതാവസാനം വരെ പ്രവർത്തിച്ചോളാം എന്നൊരു പ്രതിജ്ഞ ഭഗവാന്റെ പാദത്തിൽ നിങ്ങൾ സമർപ്പിക്കണം. അതിന് നിങ്ങൾ മറ്റുള്ള ജീവിതമായിട്ട് ഒരു ബന്ധവുമില്ല. ഞാൻ പറയാമല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം, നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് ജീവിക്കാം, നിങ്ങൾ എന്ത് വേണമെങ്കിൽ കഴിക്കാം, എന്ത് വസ്ത്രം, എന്ത് ഭക്ഷണം, എന്ത് വേണമെങ്കിൽ കഴിക്കാം. അതായിട്ട് ഒന്നും ബന്ധമില്ല. പക്ഷേ ഡ്യൂട്ടിയാണ്. ഞാൻ അതുകൊണ്ട് എൻ്റെ കാര്യം എക്സാമ്പിളായിട്ട് പറഞ്ഞത്. എനിക്ക് ഒരു നിബന്ധനയും ഭഗവാൻ വെച്ചിട്ടില്ല. ചെയ്യണത് ആത്മാർത്ഥ ഡ്യൂട്ടി ചെയ്യണമെന്നാണ്. ഞാൻ അതുകൊണ്ടാണ് മറ്റുള്ള ഞാൻ എൻ്റെ ഡ്രസ്സുകൾ ഞാൻ ശ്രദ്ധിച്ചറിയാം. ഞാൻ അത് ഒരു നോർമൽ രീതിയിൽ ഞാൻ സഞ്ചരിക്കുക. പക്ഷെ ചെയ്യുന്ന ആത്മാർത്ഥത വർക്കിൽ ചെയ്യണതുകൊണ്ടാണ് ഭഗവാൻ അടുത്തടുത്ത ഡ്യൂട്ടിക്ക് എന്നെ ഉയർത്തിക്കൊണ്ടു പോകുന്നതും ഈ അതിൻ്റെ റിസൾട്ട് ലോകത്ത് കാണുന്നു. ആ സത്യസന്ധതയും ആത്മാർത്ഥതയും ഡെഡിക്കേഷനും ഭഗവാൻ ഈ പരിപാടികളിൽ പങ്കെടുക്കുന്ന, ഇതിന്റെ പവർ കിട്ടാൻ പോകുന്ന, അനുഗ്രഹം കിട്ടാൻ പോകുന്ന ആൾക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ ഡയറക്ഷനാണ് നിങ്ങളുടെ ഒരു പ്രതിജ്ഞ. എൻ്റെ മുമ്പിലല്ല, മെഡിറ്റേഷൻ മുമ്പ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കണം. ഞാൻ ഏറ്റവും ആത്മാർത്ഥത്തോടുകൂടി, ഏറ്റവും സത്യസന്ധതയോടുകൂടി ഭഗവാന്റെ ഡ്യൂട്ടി ആത്മാർത്ഥത ചെയ്തോളാം, ഈ രാജ്യത്തിന് വേണ്ടി ചെയ്തോളാം എന്ന് പറഞ്ഞ ഒരു പ്രതിജ്ഞ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ചിട്ടാണ് നിങ്ങൾ ഈ മെഡിറ്റേഷനിലേക്ക് കടക്കേണ്ടത്. അപ്പം അടുത്തൊരു ചോദ്യം വരാം, ഇതിൻ്റെ ആവശ്യം എന്താണെന്നുള്ളത്. അതിനാണ് ഞാൻ നേരത്തെ ഉത്തരം പറഞ്ഞത്. നമ്മൾ ഒരു ലൈബ്രറിയിൽ ചേരാൻ പോയാൽ പോലും ആ ലൈബ്രറിയിൽ തരുന്ന നിബന്ധനകൾ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഉള്ളിൽ കയറത്തുള്ളൂ. നമ്മൾ ഏതൊരു പരിപാടിക്ക് പോകുമ്പോൾ അവിടെ ഒരു നിബന്ധന ഉണ്ടാവും. ഒരു ജോലിക്ക് കയറുമ്പോൾ ആ ജോലിക്ക് കയറി നിങ്ങൾ ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ ആ ജോലി അവിടുത്തെ മാനേജ്മെന്റ് നിങ്ങൾക്കൊരു സാധനം തരും. ഇന്ന കണ്ടീഷനിൽ വെച്ചിട്ട് നിങ്ങൾ റെഡി ആണെങ്കിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ അടിയിൽ ഒപ്പിട്ട് കൊടുക്കണം. നമ്മളൊരു കോളേജിൽ ചേരാൻ അവരൊരു മാർഗനിർദ്ദേശം തരും. അത് ഒപ്പിട്ട് കൊടുത്താലേ കയറാൻ പറ്റുള്ളൂ. അപ്പം ഒരു മിലിറ്ററിയിലേക്ക് ജോലിക്ക് കയറുകയാണെങ്കിൽ അവരൊരു മാർഗനിർദ്ദേശം തരും. അതുണ്ടെങ്കിൽ പറ്റുള്ളൂ. അപ്പം അത് പാലിക്കണം ഇതിൻ്റെ ഉള്ളിൽ. അത് എൻ്റെ മുമ്പിൽ പാലിക്കുക വേണ്ട, ഭഗവാന്റെ മുമ്പിൽ മനസ്സിൽ പ്രാർത്ഥിച്ചാൽ മതി. അപ്പോൾ ചില ആൾക്കാർ നല്ലവരായ ആരാളല്ല ഞാൻ പറയണ, എപ്പോഴും ഉണ്ടാവുമല്ലോ, എന്ത് പറഞ്ഞാലും അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കാണുന്ന ആൾക്കാർ, അവരെ കുറിച്ചിട്ടാ പറയണ. ആ ഒരു കുരുത്തംകൊള്ളി സ്വഭാവമുള്ള കുറച്ച് ആൾക്കാരുണ്ട് പറയുന്നത്. അവർ ചോദിക്കും, പിന്നെ ഞങ്ങൾ മനസ്സിൽ വിചാരിക്കും ഞങ്ങൾ ഇത് അറ്റൻഡ് ചെയ്യും, നാളെ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ ഇപ്പം എന്താ കുഴപ്പം വരാൻ പോണെന്ന്. എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ നിങ്ങളുടെ ഒരാളുടെ പിന്നാലെ വന്നിട്ടും ഇതൊക്കെ ചെയ്യട്ടോ എന്ന് അന്വേഷിക്കാന്ന് പോണില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഭഗവാനാണ്. ഡീൽ വിത്ത് ദേവസേനാപതി. അപ്പോൾ അത് മനസ്സിൽ വിചാരിച്ചിട്ട് മാത്രം ഇതിലേക്ക് എൻ്റർ ആയാൽ മതി. ഇല്ലെങ്കിൽ ഒരു പരീക്ഷ നടത്തണമെങ്കിൽ നടത്താം, ചെയ്തിട്ടൊന്നും ചെയ്യാണ്ടിരുന്നിട്ട് എന്താ ഉണ്ടാവണമെന്ന് പരീക്ഷിക്കണവർക്ക് അങ്ങനെയും പരീക്ഷിക്കാട്ടാ. ഇതൊക്കെ അറ്റൻഡ് ചെയ്തു, ഞാൻ ചെയ്യണമൊന്നുമില്ല, എന്താ ഉണ്ടാവാൻ പോണെന്നൊക്കെ അങ്ങനെ പരീക്ഷിക്കണവർക്ക് പരീക്ഷിക്കാം. പക്ഷെ ഭൂരിപക്ഷം ആൾക്കാർ ഹാപ്പി ആയിട്ട് കൂടിയിട്ടാണ് ഇത് സ്വീകരിക്കുക എന്നറിയാം. നിങ്ങൾ നല്ലവരും ഈ നേരത്തെ പറഞ്ഞ കുരുത്തങ്ങളിൽ ചില ആൾക്കാരാണ് ഇത് ചെയ്യുക. അവർക്ക് അവരുടെ സ്വാതന്ത്ര്യം, അവർക്ക് ഞാൻ നിങ്ങളെ ഒരാളുടെ പിന്നാലെയും വരാൻ പോകുന്നില്ല. നിങ്ങൾ ഡീൽ ചെയ്യണത് ദേവസേനാപതിയായിട്ടാണ്. നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു പരീക്ഷണമൊക്കെ നടത്താം. ഇത് ചെയ്തിട്ട് ഞാൻ ചെയ്യാണ്ടൊക്കെ നടന്നിട്ട് എന്താ ഉണ്ടാവുമെന്ന് നോക്കും ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം.
പക്ഷേ ഭൂരിപക്ഷം വരുന്ന എന്നോട് തോളോട് തോൾ ചേർന്ന് നിന്ന് ഭഗവാന് വേണ്ടി ആത്മാർത്ഥമായിട്ട് വരയ്ക്കുന്ന നിങ്ങളുടെ മുമ്പിൽ ഭഗവാൻ തരുന്ന പവർഫുള്ളായ ഒരു സംഭവമാണിത്. ഏറ്റവും സന്തോഷത്തോടു കൂടി ഞാൻ നിങ്ങൾക്കത് തരാൻ പോവാണ്. ഈ ദിവസങ്ങളിലൂടെ ഡീകോഡ് ചെയ്ത് കിട്ടിയ ഒരു സംഭവമാണ്. അതിൻ്റെ ശക്തിയുണ്ട്. നിങ്ങളും അടുത്ത ലെവലിലേക്ക് ഉയരാൻ പോവുകയാണ് മുരുകയുഗത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ. അതിന് ഭഗവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ പവറാണ് നിങ്ങൾക്ക് തരാൻ പോണത്. അതിൻ്റെ ഒരു കണ്ടീഷനാണ് നിങ്ങളൊരു പ്രതിജ്ഞയായിട്ട് ഓരോ പ്രാവശ്യത്തിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ ചെയ്യണം. ആത്മാർത്ഥമായിട്ട് തന്നെ അതിനോട് കൂടി നിൽക്കും വേണം. ഇല്ലെങ്കിൽ മാർക്ക് ഇടേണ്ട ആൾക്കാർ അവിടെയുണ്ട്. അവർ മാർക്കിടും, ഒപ്പിടും, ചെയ്യും. ഇനി കുറച്ച് ആൾക്കാർ അയ്യോ ഇത്ര റിസ്കുകളൊന്നും എടുക്കാൻ വയ്യ, നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ പരിപാടിയിൽ അറ്റൻഡ് ചെയ്യേണ്ട. ലൈറ്റ് ബോഡി മെഡിറ്റേഷനൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് മറ്റേതിൽ പങ്കെടുക്കാണ്ട് മാറി നിൽക്കാം. നാളെ ഓൺലൈനിൽ ചെയ്യുമ്പോൾ നിങ്ങൾ പങ്കെടുക്കേണ്ട. അതൊക്കെ ഇതിലൊന്നും റിസ്ക് എടുക്കാൻ വയ്യ, നമ്മൾ വെറുതെ ഒക്കെ വന്നു പോകുന്ന ആൾക്കാരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പങ്കെടുക്കേണ്ട. ബാക്കി എഴുത്തിൻ്റെ ചടങ്ങിൽ പങ്കെടുക്കാം, ലഹരി വിരുദ്ധ ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കാം, മുരുക പൂജയിൽ പങ്കെടുക്കാം, ലൈറ്റ് ബോഡി മെഡിറ്റേഷനിലും പങ്കെടുക്കാം. ഇതിൽ മാത്രം പങ്കെടുക്കാണ്ടിരുന്നാൽ മതി. അത് നിങ്ങളുടെ ഇഷ്ടം. ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും 100% സ്വാഗതം. ഒരു കാര്യം കൂടി ഇതിനോടൊപ്പം ഇമ്പോർട്ടൻ്റ് പറയാണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അനുഭൂതി ഉണ്ട്, ഒരു മനോഹരമായ നിമിഷങ്ങളുണ്ട്. അത് ഇതിലുണ്ടാവില്ല ഈ മെഡിറ്റേഷന്. കാരണം നിങ്ങൾ ഒരു വേറൊരു ഡയമെൻഷനിലേക്ക് യാത്ര ചെയ്യുമ്പോഴുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളാവും നിങ്ങളുടെ ഈ മെഡിറ്റേഷൻ. സുഖകരമായ ബുദ്ധിമുട്ടുകൾ, നിങ്ങൾ വേറെ എവിടേക്ക് യാത്ര ചെയ്യുന്ന സുഖകരമായ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവും. ഒരു മൗണ്ടൻ കയറുമ്പോൾ എന്തുണ്ടാവും, നമുക്ക് കാഴ്ചകൾ ഭംഗിയുണ്ടാവും, കയറാൻ സുഖം ഉണ്ടാവില്ല. അത് പഴനിമല കയറുമ്പോൾ ആലോചിക്കുക, പഴനാടനെ കാണാൻ പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടാവും, പക്ഷെ കയറുമ്പോൾ സുഖം ഉണ്ടാവും. അപ്പൊ സുഖകരമായ ബുദ്ധിമുട്ടുണ്ടാവും. ഒരു കടലിന്റെ അടിയിലേക്ക് പോയ മർദ്ദം പോലെ മർദ്ദങ്ങൾ ചിലവർക്ക് അനുഭവപ്പെടാം. സ്പേസിലേക്ക് പോകണമ്പോഴുള്ള മർദ്ദങ്ങൾ അനുഭവപ്പെടാം. സ്പേസിലേക്ക് പോകുന്ന ഒരാൾക്ക് എന്താ ഉണ്ടാവുക, ഭയങ്കര മർദ്ദം അനുഭവിച്ചിട്ട് വേണം ശൂന്യാകാശത്ത് എത്തിയിട്ട് ഫ്രീ ആയിട്ട് റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. അതേപോലെ കടലിന്റെ അടിയിലേക്ക് പോകുന്ന ആൾക്ക് അത്രയും മർദ്ദം സംഭവിച്ചാൽ അടിയിൽ പോയിട്ട് മുത്തുകൾ വാരിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. ചിലവർക്ക് റോളർ സ്കോട്ടിൽ പോയ പോലത്തെ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടാവാം. അങ്ങനത്തെ ഒരു സുഖകരമായ ഒരു സംഭവം ആണ് ഉണ്ടാവുക. ലൈറ്റ് ബോഡി മെഡിറ്റേഷനെ പോലെ സുഖകരമായ നിർവൃതി അല്ല ഉണ്ടാവുക, ബുദ്ധിമുട്ടോടു കൂടിയ സുഖകരമായ അവസ്ഥയാണ് ഉണ്ടാവുക. പക്ഷെ ഈ അവസ്ഥയിൽ നിന്നാണ് നിങ്ങൾ അടുത്ത ലെവലിലേക്ക് ഉയരാൻ പറ്റുക. നമ്മുടെ പ്രോഗ്രാമിൽ ആദ്യം മെഡിറ്റേഷൻ, മുരുകപൂജ കഴിഞ്ഞാൽ ഈ മെഡിറ്റേഷനാണ് ചെയ്യുക. അത് കഴിഞ്ഞിട്ടാണ് ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ. അത് ഒരാളെല്ലാവരും ശാന്തമായിട്ട് ആക്കണ ഒരു പ്രോഗ്രാമാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഗുരുവായൂർ ഒക്ടോബർ 12-ന്. ടൈം ഷെഡ്യൂളും അതിൻ്റെ രീതികൾ രജിസ്ട്രേഷനും ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. നന്ദി, നമസ്കാരം, സന്തോഷം. ഓം ശരണഭവായ നമഃ.